നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാന്റെ ആക്രമണ ശ്രമം തുടരുന്നു. ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നത് UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക്. തെറ്റായ വിവരങ്ങളും വ്യാജ ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന് 10 പേരെ UAE അറസ്റ്റ് ചെയ്തു. ഇറാന്റെ പ്രധാന എണ്ണക്കയറ്റുമതി കേന്ദ്രമായ ഗാർക്ക് ദ്വീപിന് നേരെ അമേരിക്കൻ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. ഊർജ്ജ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്നും രാജ്യത്തിന്റെ ദേശീയ ഊർജ്ജ സംവിധാനം സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും UAE ഊർജ്ജ വകുപ്പ് മന്ത്രി സുഹൈൽ മുഹമ്മദ് അൽ മസ്റൂയി. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പഴം, പച്ചക്കറി ഇറക്കുമതി സുഗമമാക്കും. വിപണി സ്ഥിരത ഉറപ്പാക്കുമെന്നും മന്ത്രി. ഇന്ധനക്ഷാമത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് ഇന്ത്യ. LPG ടാങ്കറുകളുമായി 2 കപ്പലുകൾ ഹോർമൂസ് കടന്നു. തിങ്കളാഴ്ചയോടെ ഇന്ത്യയിലെത്തും. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യമെങ്ങും കർശന പരിശോധന. സംസ്ഥാനത്ത് ഹോട്ടലുകളിലെ LPG ക്ഷാമം പരിഹരിക്കാൻ ഊർജിത ശ്രമം. കാറ്ററിംഗ്, ഓൺലൈൻ ഭക്ഷണ വിതരണത്തെയും ബാധിക്കുന്നു. ഹോസ്റ്റലുകൾ പൂട്ടുന്നു. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ. തീയതി തീരുമാനിക്കുക. വിഷു ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്ത് മെയ് 5-ന് മുൻപ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയേക്കും. അസമിലും പശ്ചിമ ബംഗാളിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് മോദി. മക്കയിലും മദീനയിലും ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും താമസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി സൗദി ടൂറിസം മന്ത്രാലയം. നിയമലംഘനം നടത്തുന്ന കെട്ടിട ഉടമകൾക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ. പിഴ ഈടാക്കുന്നതിന് പുറമെ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രാലയം. വിശദമായി നോക്കാം. ഇറാൻ, ഇസ്രയേൽ, US യുദ്ധം തുടങ്ങി 15ാം ദിവസവും ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാന്റെ ആക്രമണ ശ്രമം തുടരുന്നു. UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. ദുബായിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ ഒരു കെട്ടിടത്തിൽ പതിച്ചുവെങ്കിലും നാശനഷ്ടങ്ങളോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ നിലവിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളും വ്യാജ ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന് 10 പേരെ UAE അറസ്റ്റ് ചെയ്തു. 33 ഡ്രോണുകളും 9 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ന് നേരിട്ടതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സെൻട്രൽ ദുബായിലെ ഒരു കെട്ടിടത്തിനുമേൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചുവെങ്കിലും നാശനഷ്ടങ്ങളോ പരിക്കോ ഉണ്ടായില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി. ഫുജേറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഫുജേറ മീഡിയ ഓഫീസും അറിയിച്ചു. ഖത്തറിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിക്കാനായി എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മുൻകരുതൽ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഖത്തറിൽ ചിലയിടങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. 193 ഡ്രോണുകളും 121 മിസൈലുകളും ഫെബ്രുവരി 28-ന് ശേഷം നേരിട്ടുവെന്ന് ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിലേക്കും ഡ്രോൺ ആക്രമണ ശ്രമം ഇന്നുണ്ടായി. ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ ഈദുൽ ഫിത്തർ ദിനങ്ങളിലെ വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഉണ്ടായിരിക്കില്ലെന്നും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശകരെ അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതിനിടെ നിലവിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളും വ്യാജ ദൃശ്യങ്ങളും AI ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന് 10 പേരെ UAE അറസ്റ്റ് ചെയ്തു. ഇവരിൽ 2 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ ആക്രമണ ശ്രമങ്ങളുടെയും പ്രദേശങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിന് 45 പേരെ അബുദാബിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അഭ്യൂഹങ്ങൾ, ആക്രമണ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ എന്നിവ പകർത്താനോ പ്രചരിപ്പിക്കാനോ പാടില്ലെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. UAEയിലെ ഊർജ്ജ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്നും രാജ്യത്തിന്റെ ദേശീയ ഊർജ്ജ സംവിധാനം സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഊർജ്ജ അടിസ്ഥാന സൗകര്യകാര്യമന്ത്രി സുഹൈൽ മുഹമ്മദ് അൽ മസ്റൂയി. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോൺ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. അതിനിടെ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് എമിറേറ്റിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ട്രേഡേഴ്സ് ബിസിനസ് ഗ്രൂപ്പുമായി യോഗം ചേർന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പഴം, പച്ചക്കറി ഇറക്കുമതി സുഗമമാക്കുന്നതും വിപണി സ്ഥിരത ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടന്നത്.
കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇറാൻ സൗദിക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമം സൗദി തകർത്തത് ബാലിസ്റ്റിക് മിസൈലുകളും 107 ഡ്രോണുകളും ഉപയോഗിച്ച്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ വിവിധ പ്രവിശ്യകളും നഗരങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട 56 ഡ്രോണുകൾ സൗദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇന്നലെ 28 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ-മാലിക്കി അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ 14 ഡ്രോണുകളും കിഴക്കൻ മധ്യ പ്രവിശ്യകളിൽ 7 ഡ്രോണുകളും പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന അൽ ഖർജിൽ 3 ഡ്രോണുകളും റുവൈൽ ഖാലി മരുഭൂമിയിൽ 3 ഡ്രോണുകളും തകർത്തു. ബുക്കിംഗ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വ്യാജ അറിയിപ്പുകളിലും പരസ്യങ്ങളിലും ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് എയർവേസ് അധികൃതർ. ഇത്തരം പ്രഖ്യാപനങ്ങൾ വ്യാജമാണെന്നും തങ്ങൾ പുറപ്പെടുവിച്ചതല്ലെന്നും എയർലൈൻ സ്ഥിരീകരിച്ചു. വിഷയത്തിൽ ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിലവിലെ സാഹചര്യങ്ങളിൽ ഇത്തരം വ്യാജ അറിയിപ്പുകൾ പങ്കിടരുതെന്നും കുവൈറ്റ് എയർവേസിന്റെ അംഗീകൃത ചാനലുകളിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ മാത്രമേ ആശ്രയിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഇതുവരെ വാതക ചോർച്ച കണ്ടെത്തിയിട്ടില്ലെന്നും അന്തരീക്ഷത്തിലെ വായു മലിനീകരണ അളവ് സാധാരണ പരിധിക്കുള്ളിലാണെന്നും കുവൈറ്റ് പെട്രോളിയം അധികൃതർ. നിലവിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാണെന്നും അസാധാരണ സൂചകങ്ങളൊന്നുമില്ലെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് നിരവധി പ്രദേശങ്ങളിൽ വാതക ചോർച്ച സംഭവിച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളെ തുടർന്നാണ് അധികൃതർ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തിയത്. സംഘർഷ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ ഗൾഫ് വിപണികളിലേക്ക് ലുലു ഗ്രൂപ്പ് കൂടുതൽ ഭക്ഷ്യവിഭവങ്ങൾ എത്തിച്ചു. കുവൈറ്റിലേക്ക് 82 ടൺ ഭക്ഷ്യവിഭവങ്ങളാണ് എത്തിയത്. കൊച്ചി, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുമാണ് കുവൈറ്റ് എയർവേസിന്റെ പ്രത്യേക വിമാനത്തിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചത്. 32 ടൺ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളും 50 ടൺ മാംസം അടക്കമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമാണ് കുവൈറ്റിൽ എത്തിച്ചത് എന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. നേരത്തെ കേരളത്തിൽ നിന്നും 80 ടൺ പഴം, പച്ചക്കറികളും ഡൽഹിയിൽ നിന്നും 80 ടൺ മാംസ ഉൽപ്പന്നങ്ങളും ലുലു ഗ്രൂപ്പ് UAE വിപണികളിലേക്ക് എത്തിച്ചിരുന്നു. 8 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 18 വിമാനങ്ങളിലാണ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ GCC വിപണികളിലേക്ക് ലുലു ഇറക്കുമതി ചെയ്തത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമായി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പല രാജ്യങ്ങളും കടലിടുക്ക് തുറക്കുന്നതിന് അമേരിക്കയുമായി ചേർന്ന് യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങൾ സഹകരിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. അതേസമയം യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ തങ്ങളെ സമീപിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇനിയൊരു ഒത്തുതീർപ്പിന് താൽപ്പര്യമില്ലെന്നാണ് ഇറാന്റെ നിലപാട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയെന്ന ഗുരുതര ആരോപണവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്ത്. അതേസമയം ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ ഇറാൻ അനുമതി നൽകി. ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾക്കാണ് കടലിടുക്ക് കടക്കാൻ അനുമതി നൽകിയത്. ഇന്ത്യൻ നാവികസേനയുടെ അനുമതിയോടെ ശിവാലിക് കടലിടുക്ക് കടന്നു. കേന്ദ്ര സർക്കാർ ഇറാനുമായി നടത്തിയ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് കപ്പലുകൾ കടത്തിവിട്ടത്. അതേസമയം ഹോർമൂസ് വഴിയിലൂടെയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കത്തിൽ ഉടൻ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. അതിനിടെ ഇറാനിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അടക്കമുള്ള പ്രമുഖരെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് അമേരിക്ക $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചു. യുദ്ധമുനമ്പിലൂടെ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. പാചകവാതക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നുവെന്നും പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, LPGയുമായിട്ട് 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധമാണ് ഇതിനുള്ള കാരണം. ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാന്റെ പ്രധാന എണ്ണക്കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി ട്രംപ് അറിയിച്ചു. പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ബോംബിംഗ് റെയ്ഡുകളിലൊന്നാണ് US സെൻട്രൽ കമാൻഡ് നടത്തിയതെന്നും ഖാർഗ് ദ്വീപിലെ എല്ലാ സൈനിക താവളങ്ങളും പൂർണ്ണമായി തകർത്തു എന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടു.
ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന അതീവ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ വ്യോമസേന മിന്നലാക്രമണം നടത്തിയത്. ഇറാൻ തീരത്തുനിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിലവിൽ ദ്വീപിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മുന്നറിയിപ്പ് കടുത്തതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പാത ഇതാണ്. അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എണ്ണക്കപ്പലുകൾക്ക് US നേവിയുടെ അകമ്പടി ഉടൻ ആരംഭിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് JP മോർഗൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഏജൻസികൾ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ തീരത്തുനിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നേരിട്ടുള്ള ആക്രമണവും ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി നേരിടാനും LPG വിതരണം സുഗമമാക്കാനും വിപുലമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യമെങ്ങും കർശന പരിശോധന തുടരുകയാണ്. ഇന്ധനക്ഷാമത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG ലഭ്യത കുറവ് ഇപ്പോഴില്ലെന്നും ആരും ബുക്കിംഗിനായി നേരിട്ട് പോകേണ്ടതില്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വയ്ക്കരുതെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സംസ്ഥാനങ്ങളിലെ പാചകവാതക വിതരണം പരിശോധിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കരിഞ്ചന്തയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സുജാത ശർമ്മ അറിയിച്ചു. പാചകവാതക ഉൽപാദനം കൂട്ടിയെന്നും അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്നും വ്യക്തമാക്കി. हमारी क्रूड की सप्लाई हमारे पास सफिशिएंट है और हमारी रिफाइनरीज भी फुल कैपेसिटी पर ऑपरेट हो रही हैं. रिटेल आउटलेट्स पर कोई ड्राई आउट रिपोर्ट नहीं है. सफिशिएंट पेट्रोल और डीजल अवेलेबल है. हम अपनी आवश्यकता के अनुसार पर्याप्त पेट्रोल और डीजल देश में उत्पादन करते हैं और इसीलिए हमें कोई इंपोर्ट की भी आवश्यकता नहीं है. അതിനിടെ ഇന്ത്യയുടെ ശിവാലിക് നന്ദാദേവി കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി കടന്നു. ഇന്നലെയാണ് ഈ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ചത്. 2 ദിവസത്തിനുള്ളിൽ മുംബൈയിലോ കാൻഡ്ല തുറമുഖത്തോ എത്തിയേക്കുമെന്നാണ് വിവരം. 3 ദിവസത്തിനുള്ളിൽ 6 ടാങ്കറുകൾ ഇന്ത്യയിലെത്തി. പശ്ചിമേഷ്യയിൽ നിന്ന് 1,72,000 ഇന്ത്യക്കാർ മടങ്ങിയെത്തിയെന്നും കേന്ദ്രം അറിയിച്ചു. ഇറാഖിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. സൗദി, തുർക്കി രാജ്യങ്ങൾ വഴിയാണ് ഇവരെ ഒഴിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മലപ്പുറത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന. കൊണ്ടോട്ടി കൊട്ടുക്കരയിലാണ് സംഭവം. കൊട്ടുക്കര SA ഓട്ടോ LPG പമ്പിലാണ് കരിഞ്ചന്തയിൽ വിൽപ്പന നടന്നത്. 2000 രൂപ നിരക്കിൽ സിലിണ്ടറിൽ ഫില്ല് ചെയ്ത് നൽകുകയായിരുന്നു. വാഹനങ്ങൾക്ക് നിറയ്ക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്. ഇന്നലെ 1000-ലധികം ആളുകൾക്ക് സിലിണ്ടർ ഫില്ല് ചെയ്തു നൽകി. സ്റ്റോക്ക് തീർന്നതിനാൽ ഇന്ന് വിൽപ്പന നടന്നില്ല. പുണ്യ തീർത്ഥാടക കേന്ദ്രങ്ങളായ മക്കയിലും മദീനയിലും ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും താമസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി സൗദി ടൂറിസം മന്ത്രാലയം. നിയമലംഘനം നടത്തുന്ന കെട്ടിട ഉടമകൾക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് സീസണിന് മുന്നോടിയായി അനുവദിക്കുന്ന താൽക്കാലിക ലോഡ്ജ് ലൈസൻസുകൾ ദുരുപയോഗം ചെയ്യുന്നതും ലൈസൻസിംഗ് വ്യവസ്ഥകൾ ലംഘിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ ജിദ്ദയിൽ അൽ അജ്വാദ് ഡിസ്ട്രിക്റ്റിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച അനധികൃത നിർമ്മാണങ്ങൾ ജിദ്ദ മുനിസിപ്പാലിറ്റി അധികൃതർ നീക്കം ചെയ്തു. ബുറൈമാൻ സബ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ നടന്ന ഈ നടപടിയിലൂടെ ഏകദേശം 74,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഭൂമിയാണ് അധികൃതർ തിരിച്ചുപിടിച്ചത്. നിയമപരമായ രേഖകളില്ലാതെ ഭൂമി കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ, UK, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ നേടാനുള്ള പുതിയ സംവിധാനവുമായി പ്രമുഖ മൈഗ്രേഷൻ ലീഗൽ സർവീസ് സ്ഥാപനമായ ഫ്ലൈവേൾഡ്. ഗ്ലോബൽ നേഴ്സ് എംപവർമെന്റ് എന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ദുബൈയിൽ അവതാരകനും നടനുമായ മിഥുൻ രമേശ് നിർവഹിച്ചു. ദുബായിലും ഇന്ത്യയിലുമുള്ള ഫ്ലൈവേൾഡ് അക്കാദമികളിൽ പരിശീലനം ലഭ്യമാണ്. ഇന്റർനാഷണൽ മലയാളി നഴ്സസ് അസോസിയേഷന്റെയും ഗൾഫ്, UK, ഇന്ത്യ എന്നിവിടങ്ങളിലെ വിവിധ നഴ്സസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെയാണ് ഫ്ലൈവേൾഡ് ഈ പരിശീലന പരിപാടി നടപ്പാക്കുന്നത്. ഫ്ലൈവേൾഡ് GCC കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ മേധാവി ഡാനിയേൽ ജോണി, മാനേജർ റാഷിക് രാജൻ, വകുപ്പ് മേധാവി പ്രൊഫസർ ബെറ്റി റോയി, അനിത ജേക്കബ് എന്നിവർ സംബന്ധിച്ചു.
ഷെയർഡ് താമസ സൗകര്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ ദുബായിൽ പ്രാബല്യത്തിൽ വരുന്നു. ഇത്തരം താമസയിടങ്ങൾ അനുവദിക്കുന്ന സ്ഥലം, താമസക്കാർക്കുള്ള സൗകര്യം എന്നിവ ഉൾപ്പെടെ പുതിയ നിയമപ്രകാരം അധികൃതരുടെ കർശനമായ പരിശോധനകൾക്കും അനുമതികൾക്കും വിധേയമായിരിക്കും. ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും മുൻകൂർ അനുമതി ലഭിക്കുന്ന അപ്പാർട്ട്മെന്റുകൾ മാത്രമേ ഇനി മുതൽ ഷെയർഡ് താമസ ഇടങ്ങളാക്കി മാറ്റാൻ സാധിക്കൂ. ഷെയർഡ് അക്കോമഡേഷൻ അനുവദിക്കുന്നതിന് മുൻപ് പ്രദേശത്തെ ജനസാന്ദ്രത, സാമൂഹ്യ സാഹചര്യം, കെട്ടിടത്തിന്റെ ശേഷി എന്നിവ മുനിസിപ്പാലിറ്റി പരിശോധിക്കും. കെട്ടിടത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിയാകും ലൈസൻസ് അനുവദിക്കുക. ഷെയർഡ് താമസയിടങ്ങളിൽ ഒരാൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, വൃത്തി എന്നിവയ്ക്ക് കർശനമായ മാനദണ്ഡങ്ങളും ഉണ്ടാകും. കെട്ടിട ഉടമയ്ക്കോ ഉടമ അനുവദിച്ചിട്ടുള്ള ബിൽഡിംഗ് മാനേജ്മെന്റ് കമ്പനിക്കോ മാത്രമേ ഷെയർഡ് അക്കോമഡേഷൻ നൽകാനുള്ള അനുമതി ലഭിക്കൂ. കെട്ടിടത്തിന്റെയും ഉടമയുടെയും വിവരങ്ങൾ ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാനുള്ള ഇലക്ട്രോണിക് രജിസ്റ്ററിയും തയ്യാറാക്കും. നിലവിൽ ഷെയർഡ് താമസ സൗകര്യം നൽകുന്ന കെട്ടിട ഉടമകൾക്ക് പുതിയ നിയമപ്രകാരം സൗകര്യങ്ങൾ ഒരുക്കാൻ 1 വർഷം സമയം അനുവദിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ 1 തവണ കൂടി സമയം നീട്ടി നൽകുകയും ചെയ്യും. പുതിയ നിയമം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 180 ദിവസങ്ങൾക്ക് ശേഷം പ്രാബല്യത്തിൽ വരും. നിയമം ലംഘിച്ചാൽ 500 മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ ഈടാക്കുക. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദുബായിൽ ഷെയർഡ് താമസ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള ബംഗാളിന്റെ സമയം അവസാനിച്ചാൽ ഉടൻ തീയതി പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കേരളത്തിൽ വിഷുവിന് ശേഷം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. കേരളം കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനോടകം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് ബംഗാളിൽ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസാന സമയം. ഇതിനു പുറകെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. കേരളത്തിൽ വിഷുവിന് ശേഷമാകും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 5 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ സജീവമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർട്ടിയെ വഞ്ചിച്ചവൻ സുധാകരനുമായി തുറന്ന പോരിന് CPM. സംസ്ഥാന നേതാക്കൾ എത്തി ആലപ്പുഴയിൽ പ്രതിരോധം തീർക്കും. പൊതുയോഗങ്ങളിൽ സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്ന് ജനങ്ങളോട് വിശദീകരിക്കും. പുന്നപ്രയിൽ സുധാകരനെതിരെ പ്രതിഷേധിച്ച് CPM. ആയിരങ്ങൾ അണിനിരുന്ന പ്രകടനവും പൊതുയോഗവും നടന്നു. പരസ്യമായ നിലപാട് അറിയിച്ച് ജില്ലാ നേതാക്കളും രംഗത്ത് വന്നു. പാർട്ടി വിട്ട സുധാകരനെ പാർട്ടി തലത്തിൽ തന്നെ നേരിടാനാണ് CPM നീക്കം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ആലപ്പുഴയിലേക്കെത്തി പ്രതിരോധം തീർക്കും. ജില്ലയിലെമ്പാടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അണിനിരത്തി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇന്ന് ചേർന്ന അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. ഇതിനു മുന്നോടിയായി ആയിരങ്ങളെ അണിനിരത്തി പുന്നപ്രയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. പുന്നപ്രയിലെ സുധാകരന്റെ വീടിന് സമീപമായിരുന്നു പ്രതിഷേധ പ്രകടനവും യോഗവും ചേർന്നത്. യോഗത്തിൽ സുധാകരനെ കടന്നാക്രമിച്ചായിരുന്നു നേതാക്കളുടെ പ്രസംഗങ്ങൾ. സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി R. നാസർ, അധികാരമോഹിയായ സുധാകരൻ 5 വർഷമായി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയെന്നും ഇത്രയും അവസരം ലഭിച്ച മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ല എന്നും കുറ്റപ്പെടുത്തി. സഖാവ് G. സുധാകരനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളതെന്നാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കരുത്. ഞങ്ങളുടെ പാർട്ടിക്ക്, നമ്മുടെ പാർട്ടിക്ക് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വയം പ്രശ്നം നടത്തും. കാരണം ഇത്ര വലിയ അംഗീകാരം കൊടുത്തു, എല്ലാ രൂപത്തിലും എല്ലാ മര്യാദകൾ കാണിച്ചിട്ടും എല്ലാ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടും പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി, ചേർത്ത് നിർത്തി ഇത്രയും നാൾ നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ പോയ ഒരു സഖാവിന് ഈ 80-ാം വയസ്സിലും ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സുധാകരൻ വലതന്മാരുടെ എച്ചിൽ നക്കിയാണെന്നും പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്താൽ ഏത് സുധാകരനായാലും തോറ്റുമടങ്ങുമെന്ന മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നത്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള സുധാകരനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവബോധം വളർത്തുകയാണ് പാർട്ടിയുടെ ആദ്യ ലക്ഷ്യം. ഇതിനായി ബ്രാഞ്ച് തലം മുതൽ യോഗങ്ങൾ നടത്തി സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്നും പാർട്ടി സുധാകരന് നൽകിയ അവസരങ്ങൾ സംബന്ധിച്ചും അവബോധം വളർത്തും. പൊതുയോഗങ്ങളിൽ പാർട്ടി സുധാകരന് നൽകിയ അവസരങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് ലക്ഷ്യം.
അതിനിടെ തൃണമൂൽ നേതാക്കൾ PV അൻവറിന്റെ നിർദ്ദേശപ്രകാരം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സുധാകരനെ കോൺഗ്രസ് പിന്തുണ നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞ സുധാകരന്റെ നിലപാട് തിരുത്താതെ പിന്തുണ നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ആര് പിന്തുണ നൽകിയാലും മണ്ഡലത്തിൽ LDF UDF പോരാട്ടമായിരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. അനുഭവ സമ്പത്തിന്റെ പാഠവുമായി സുധാകരൻ എത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ ചുമലിലേറിയാകും H. സലാം രാഷ്ട്രീയ ഗുരുവിനെ നേരിടാനൊരുങ്ങുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ. തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് പോകില്ലെന്നാണ് കെ സുധാകരന്റെ നിലപാട്. സമവായത്തിനായി കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഉറപ്പ് നൽകിയെന്ന സൂചന പുറത്തുവരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്നലെ കെ സുധാകരൻ അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. ഇതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പരസ്യമാക്കി വൈകാരിക FB പോസ്റ്റുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ MPമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ആരും സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ട എന്നുമാണ് VD സതീശന്റെ നിലപാട്. അതേസമയം സുധാകരനെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. ഇതിനിടെ പരിഹാരത്തിനായി ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ചുവെങ്കിലും പോകേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനമെന്നാണ് വിവരം. എന്തായാലും കടുത്ത നിലപാടുകളിലേക്ക് കടക്കരുതെന്നും മാധ്യമങ്ങളെ കാണരുത് എന്നും കെ സുധാകരന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധാകരനെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മറ്റ് MPമാരും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടും. ഇത് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാകും. മാത്രമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലുമല്ല പാർട്ടി പ്രവർത്തകർ. ഇതിനിടെ സമവായത്തിനായി കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയതായാണ് വിവരം. കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. 2016 മുതൽ കടന്നപ്പള്ളിയാണ് കണ്ണൂരിൻ്റെ MLA. വീണ്ടും മത്സരിച്ചാൽ കടന്നപ്പള്ളി തോൽക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്നാൽ സുധാകരൻ ഉയർത്തുന്ന സമ്മർദ്ദം LDFന് അനുകൂലമാകുമോ എന്ന ആശങ്കയിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. കെ സുധാകരനെ അനുകൂലിച്ച് എറണാകുളത്തും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ MLA ഓഫീസിന് സമീപവും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ. ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശനം അനുവദിക്കണോ എന്നത് പരാമർശിക്കാതെയാണ് സത്യവാങ്മൂലം. മതപരമായ കാര്യങ്ങളിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. തുടർന്ന് കോടതി തീരുമാനമെടുക്കണമെന്ന് സത്യവാങ്മൂലം. മതാചാരം പുറത്തുള്ളവർക്ക് പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകില്ലെന്നും സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 17 പേജുള്ള സത്യവാങ്മൂലമാണ് കോടതിയിൽ സമർപ്പിച്ചത്. നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് നിലപാട് തിരുത്താൻ തയ്യാറായത്. കേസിൽ വിശദമായ വാദം ഏപ്രിൽ 7 തുടങ്ങും. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. മധ്യേഷ്യയിലെ യുദ്ധത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. അസമിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിലെത്തിയ പ്രധാനമന്ത്രി ഭരണകക്ഷിയായ TMCക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് വിഘാതമാകുന്ന ശക്തികളുടെ കൈകളിലെ ഒരു പാവയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ പൌരന്മാരിലുള്ള സംഘർഷത്തിന്റെ പ്രത്യാഘാതം ലഘൂകരിക്കാനായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ താൽപര്യവുമായി ബന്ധപ്പെട്ട ഈ പ്രധാന ദൌത്യത്തിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ അതിവേഗ വികസനം അംഗീകരിക്കാൻ കഴിയാത്ത ലോകമെമ്പാടുമുള്ള ശക്തികളുടെ കൈകളിലെ വെറും പാവയായി കോൺഗ്രസ് മാറി. കോൺഗ്രസ് തുടർച്ചയായി തിരഞ്ഞെടുപ്പ് തോൽവികൾ നേരിടുകയാണെന്നും 100 തോൽവികൾ നേരിടാൻ ഒരുങ്ങുകയാണെന്നും മോദി പരിഹസിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെയും മോദി വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അസമിലെ സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സിൽച്ചാറിലെ അംബികാപൂരിൽ 3 പദ്ധതികൾക്കുള്ള ഭൂമി പൂജൻ അഥവാ തറക്കല്ലിടൽ ചടങ്ങ് മോദി നിർവഹിച്ചു.
22,864 കോടി രൂപയുടെ 166 കിലോമീറ്റർ ദൈർഘ്യമുള്ള എക്സ്പ്രസ് ഹൈവേയും ഉൾപ്പെടുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി ഭരണകക്ഷിയായ TMCക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ബംഗാളിലെ ജനത മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വികസനമില്ലെന്നും തൊഴിലില്ലായ്മയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. 2025 ജ്ഞാനപീഠ പുരസ്കാരം തമിഴ് ഗാനരചയിതാവും കവിയും നോവലിസ്റ്റുമായ R. വൈരമുത്തുവിന് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026 സീസണിലെ 5ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസ സമനില. ഈസ്റ്റ് ബംഗാൾ FC 1-1 സമനിലയിൽ തളച്ചു. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ട് തുറന്നത്. മുഹമ്മദ് അജ്സലിന്റെ ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില നേടാനായത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.